കൊടിയ ദാരിദ്ര്യത്തിന്റെ ദുരിതാധ്യായങ്ങൾ പിന്നിട്ട് പ്രതീക്ഷാ നിർഭരമായ പൊതുജീവിതത്തിലേക്ക് മുന്നേറുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം തേയില കർഷകർ. തൊഴിൽ ചെയ്തിരുന്ന RBT കമ്പനി ഏറ്റെടുക്കാൻ ബഥേൽ ഗ്രൂപ്പ് എത്തിയതോടെയാണ് ഇവരുടെ വർഷങ്ങൾ നീണ്ട ദുരിതങ്ങൾക്ക് അറുതിയായത്. തോട്ടം ഏറ്റെടുത്ത കമ്പനി വെല്ലുവിളികളെ സധൈര്യം അതിജീവിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സാർത്ഥമാക്കിയത് തൊഴിലാളി ലയങ്ങൾക്ക് പുത്തൻ ഉണർവേകി. അന്യമെന്ന് കരുതിയ നിറമുള്ള ജീവിതം തിരിച്ചുപിടിച്ച തൊഴിലാളി കുടുംബങ്ങളെ ഇനി നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ 12 വർഷമായി പട്ടിണിയും ദുരിതവും മൂലം പ്രതിസന്ധിയിലായ തേയില കർഷകർ ജോലി തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ, സ്കൂളിലെ ഉച്ചഭക്ഷണ പ്രതീക്ഷയിൽ കഴിയുന്ന കുട്ടികൾ, മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഇങ്ങനെ നിരവധി പേരാണ് മഴയിൽ ചോർന്നൊലിക്കുന്ന തൊഴിലാളി ലയങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതം തള്ളി നീക്കിയത്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് വരെ പീരുമേട്ടിലെ RBT ടീ കമ്പനിയിൽ തേയിലച്ചെടികൾ പലതും തേയില മരങ്ങളായി വളർന്നിരുന്നു. തൊഴിലാളികളുടെ പ്രാർത്ഥനകൾക്കൊടുവിൽ RBT കമ്പനി ഏറ്റെടുക്കാൻ ബഥേൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ തോമസ് മാത്യു രംഗത്തെത്തി. എന്നാൽ 12 വർഷത്തേതടക്കമുള്ള കൂലിത്തർക്കങ്ങൾ, തകർന്നടിഞ്ഞ തൊഴിലാളി ലയങ്ങൾ, പകർച്ചവ്യാധികൾ ഇതെല്ലാം പുതിയ മാനേജ്മെന്റിന് വെല്ലുവിളിയായിരുന്നു. തൊഴിലാളികൾക്കൊപ്പം നിന്ന് ധൈര്യത്തോടെ തോട്ടമേറ്റെടുത്ത് തോട്ടങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ശമ്പള കുടിശ്ശിക തുടങ്ങിയവ നൽകി തോമസ് മാത്യു തോട്ടം തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. തോട്ടങ്ങൾ തുറന്നതോടെ ജോലി തേടി തമിഴ്നാട്ടിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോയവർ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി. കുട്ടികൾ ആഹ്ലാദത്തോടെ സ്കൂളുകളിൽ പോകാൻ തുടങ്ങി. ജീവിതത്തിന് പുതിയ പ്രതീക്ഷ കൈവന്നു. 10 വർഷത്തിലധികമായി ഓണം, റംസാൻ, ദീപാവലി, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ മറക്കാൻ തുടങ്ങിയ തൊഴിലാളി കുടുംബങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി ഉണ്ടും ഉടുത്തും ആഘോഷങ്ങളിൽ സജീവമാകാൻ തുടങ്ങി. ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ആരും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ബോണസ് കിട്ടുമെന്നുള്ളത്. ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾക്ക് ബോണസ് 8.30 ബോണസ് തന്നു. ഞങ്ങളുടെ ലീവ് കാശ് തന്നു. ഞങ്ങൾക്ക് തരാൻ വഴിക്കാശ് തന്നു, ശമ്പളം തന്നു, ഇതെല്ലാം തന്നു. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഞങ്ങളെ നടത്താൻ ഞങ്ങളുടെ കമ്പനി മുന്നോട്ട് പോകുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പുതിയ മാനേജ്മെന്റിന്റെ വരവോടെ വണ്ടിപ്പെരിയാർ, തങ്കമല തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ആശങ്കയില്ല. തകർന്നടിഞ്ഞ തൊഴിലാളി ലയങ്ങൾ പുതുക്കിപ്പണിതു. തോട്ടങ്ങളിലെത്തിയിരുന്ന കൊള്ളപ്പലിശക്കാർക്ക് ഇപ്പോൾ ഇവിടെ സ്ഥാനമില്ല. ഒരു തോട്ടം മാനേജ്മെന്റ് ചെയ്യാവുന്നതിലും കൂടുതലായി തങ്ങളുടെ തോമസ് മാത്യു സാർ തങ്ങൾക്ക് വേണ്ടി ചെയ്തതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു. ஆஸ்பத்திரி எல்லாரும் கூறினது போல் ஆஸ்பத்திரியும் பிள்ளைப்பறையும் அது 2 காரியமும் எங்களுக்கு எவ்வளவு சீக்கிரம் நீங்கள் அதை செஞ்சு தரதுக்கு உங்களுக்கு நாங்கள் அனைத்து தொழிலாளர்கள் சார்பாகவும் உங்களை நாங்கள் எப்பயும் കീഴ്പ്പണിഞ്ഞ് ഉങ്ങളെ കേട്ടുകൊള്ളുകയും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുതലാളി നമ്മൾക്ക് വന്ന് ഈ എസ്റ്റേറ്റ് എടുത്ത് നടത്തിയത് മുതൽ നമ്മുടെ കഷ്ടപ്പാടുകൾ ഓരോന്നും വളരെ ബുദ്ധിമുട്ടുകളെല്ലാം ഒരുവിധം അവസാനിച്ചതായി തോന്നുന്നു. നമ്മുടെ മുതലാളി വന്ന് എടുത്തതിൽ പിന്നെ നമുക്ക് തരാനുള്ള സകല കാശുകളും തന്നതിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള ബോണസ് കിട്ടി. ഇനിയും ഈ എസ്റ്റേറ്റ് നല്ല രീതിയിൽ நடக்கணும். உங்களுக்கு இதுக்கு முதல் கிடைக்க வேண்டிய சம்பளமெல்லாம் இந்த முதலாளி வந்து கொடுத்துட்டாரு. இப்போயும் நல்ல சம்பளம் கொடுத்துட்ருக்காரு. கரெக்ட் சமயத்துக்கு சம்பளமெல்லாம் கிடைச்சிட்டு இருக்குது. இதே மாதிரி இனியும் എസ്റ്റേറ്റ് நல்லா ആകണമെന്ന് ഞങ്ങൾ വേണ്ടിக்கிறோம். തൊഴിലാളികൾക്കൊപ്പം മാനേജ്മെന്റും ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരുന്നു. തൊഴിലാളി കുടുംബങ്ങൾക്കായി തോട്ടങ്ങളിൽ തന്നെ ഒഴിവു ദിവസങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടാൻ കളിക്കളങ്ങൾ, മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചത് തൊഴിലാളികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 1000-ലധികം തൊഴിലാളികളാണ് തങ്കമല എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നത്. ഇതേ അവസ്ഥയിൽ കിടന്നിരുന്ന മൗണ്ട്, കോഴിക്കാനം തുടങ്ങിയ തോട്ടങ്ങളും ബഥേൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഇപ്പോൾ ഈ എസ്റ്റേറ്റ് വെറും വനമായിട്ട് കിടന്ന് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി ഫാക്ടറി പോലും ഇല്ലാതെ സാറ് മുഴുവൻ തൊഴിലാളിയുടെ പൈസകളും ബാധ്യതകൾ തീർത്താണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി തൊഴിലാളികളെ സഹകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. തങ്ങളുടെ മാനേജ്മെന്റിനായി ദൈനംദിന പ്രാർത്ഥനകളും നേർച്ചകളും കഴിച്ച് തൊഴിലാളികൾ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ മാനേജ്മെന്റിനെ ദൈവം തുണയ്ക്കട്ടെ.
ലാഭക്കണക്കുകളിൽ കണ്ണും നട്ട് തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങളെ തമസ്കരിക്കുന്ന മുതലാളി വൃന്ദങ്ങൾക്ക് മാതൃകയാണ് ബഥേൽ ഗ്രൂപ്പ്. തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രഥമ പരിഗണന നൽകിയ ബഥേൽ ഗ്രൂപ്പ് മാനേജ്മെന്റിന് കാഴ്ചയ്ക്കപ്പുറത്തിൻ്റെ അഭിനന്ദനങ്ങൾ.